കാനഡയിലെ മനിറ്റോബയിൽ ചെറുവിമാനങ്ങൾ കൂട്ടിയിടിച്ച് തൃപ്പൂണിത്തുറയിലെ ശ്രീഹരി സുകേഷ് എന്ന പൈലറ്റ് വിദ്യാർത്ഥി മരിച്ച കാര്യം അറിയാമല്ലോ. അദ്ദേഹത്തിൻ്റെ അമ്മാവൻ ദീപേഷ് മാധ്യമങ്ങളെ കണ്ടിരുന്നു. അത് നമുക്ക് അപ്പോൾ സംപ്രേഷണം ചെയ്യാൻ പറ്റിയില്ല. വീണ്ടും അത് കാണിച്ചു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവിടെയുള്ള കൂടെ ഫ്ലൈ ചെയ്യുന്ന കുട്ടികളുടെ ബന്ധുക്കൾ വഴിയാണ് നമ്മൾ ആദ്യം അറിയുന്നത്. അപ്പോൾ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ലായിരുന്നു. അതിനുശേഷം വൈകുന്നേരം ഒരു 5:30 ആയി കഴിഞ്ഞപ്പോൾ ഈ ഫ്ലൈയിങ് സ്കൂളിൻ്റെ ഇൻസ്ട്രക്ടർ തന്നെ ഈ ശ്രീഹരിയെ അവിടെ ട്രെയിൻ ചെയ്തിരുന്ന ഇൻസ്ട്രക്ടർ തന്നെ ഡയറക്റ്റ് വിളിച്ചിട്ട് നമ്മളോട് കാര്യങ്ങൾ സംസാരിക്കുകയാണ് ചെയ്തത്. ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ എന്നുള്ള രീതിയിൽ വന്നത് ആ സമയത്താണ്. അവർ ഷെയർ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു അബദ്ധം പറ്റി 2 വിമാനങ്ങൾ ഒരുമിച്ച് വന്നതല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അവർ പറഞ്ഞത് 2 ഫ്ലൈറ്റും ഒരേ സമയത്ത് ലാൻഡ് ചെയ്യാൻ നോക്കുമായിരുന്നു. ഈ 2 ഫ്ലൈറ്റും ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിലാണ് അപകടം സംഭവിച്ചെന്നുള്ള രീതിയിലാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. ഒന്നിൻ്റെ മുകളിലായിട്ട് വരുന്ന രീതിയിൽ വന്നു ആ ലാൻഡ് ചെയ്യുന്ന സമയത്ത്. അതിനുശേഷം അതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇൻസ്ട്രക്ടർ പറഞ്ഞത് മുകളിലുള്ള വിമാനത്തിൻ്റെ വീല് താഴത്തുള്ള വിമാനത്തിൻ്റെ ഫ്യൂസലാജിൽ വന്ന് ഇടിക്കുകയോ അങ്ങനെ എന്തോ ചെയ്തു എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അതിനുശേഷം ഞാനൊരു കൂടെ ഫ്ലൈ ചെയ്യുന്ന ഒരു കുട്ടിയോടൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഇതൊരു അബദ്ധമൊന്നുമല്ല, ഇത് ഇങ്ങനത്തെ ഒരു മനൂവർ ഈ ഫ്ലൈയിങ്ങിൽ അവരുടെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് അവർ ചെയ്യുന്നതാണ്. ആ ചെയ്യുന്ന സമയത്ത് എന്തോ സംഭവിച്ചതാണ്. അതിപ്പോൾ എന്താണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. ഇപ്പോൾ കനേഡിയൻ ലോ വെച്ചിട്ട് അവരത് ഡിസ്ക്ലോസ് ചെയ്യുകയുമില്ല. വളരെ ക്ലോസ് ആയിട്ടുള്ള ബ്ലഡ് റിലേറ്റീവ്സിനോട് മാത്രമേ അവരത് പറയുള്ളൂ. നമുക്കിവിടെ നിന്ന് അത് അറിയാനുള്ള സാധ്യത ഇല്ലാത്തത് കൊണ്ട് ഈവൻ സ്കൂളുകാരും ഒന്നും അങ്ങനെ പറയില്ല. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ഒഫീഷ്യലായിട്ടൊരു കൺഫർമേഷൻ വന്നിരിക്കുന്ന ആ ഇൻസ്ട്രക്ടറിൽ നിന്നാണ്. പോലീസ് ബാക്കിയുള്ള നടപടികൾ പൂർത്തിയാക്കി ആളെ പൂർണ്ണമായും തിരിച്ചറിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യുന്നത് നമ്മൾ വിചാരിക്കുന്നു. 1.5 വർഷമായി ഇപ്പോൾ കാനഡയിലുള്ളത്. അപ്പോൾ ഈ പ്രൈവറ്റ് ലൈസൻസ് എടുത്തു. എനിക്കിതിനെക്കുറിച്ച് ഇപ്പോൾ കൃത്യമായി പറയാനറിയില്ലെങ്കിലും പ്രൈവറ്റ് ഫ്ലൈയിങ് പ്ലെയിൻസിൻ്റെ ലൈസൻസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ കൊമേഴ്സ്യൽ ഫ്ലൈയിങ് ലൈസൻസ് എടുക്കാനായിട്ട് ഇനി കുറച്ച് ദിവസം കൂടെ എന്തോ 180 മണിക്കൂർ 180 ഹവേഴ്സോ മറ്റോ ഫ്ലൈ ചെയ്യണം. അതിൻ്റെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവാറായിരുന്നു. ഞാൻ കേട്ടത് മരിച്ച മറ്റേ കുട്ടി കനേഡിയൻ കുട്ടി എനിക്ക് തോന്നുന്നു പ്രൈവറ്റ് ലൈസൻസ് എടുക്കാനുള്ള ശ്രമത്തിലോ മറ്റോ ആയിരുന്നു തോന്നുന്നു. എനിക്ക് അത്ര ഞാൻ പറഞ്ഞല്ലോ, ഇതിനെക്കുറിച്ചെല്ലാം ഈ പല ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ഒരു ഇത് മാത്രമേ ഉള്ളൂ. കൃത്യമായിട്ടുള്ള ധാരണ നമുക്കുമില്ല.